ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. മേയർ ഹിന്ദ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ജാഫയുടെ മേയറായിരുന്നു. അദ്ദേഹം ഒരു ശക്തനായ മനുഷ്യനായിരുന്നു. ഏകദേശം 6 അടി 2 ഇഞ്ച് ഉയരവും 250 പൗണ്ട് ഭാരവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഗ്രീസിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നതിന് ശേഷം പാലസ്തീനിൽ സ്ഥിരതാമസമാക്കി. എന്നാൽ മറ്റെവിടെ നിന്നോ എന്നത് സാധാരണമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ജാഫ യഥാർത്ഥത്തിൽ ഒരു അന്താരാഷ്ട്ര നഗരമായിരുന്നു. റസീൽ സ്ട്രീറ്റിലൂടെ ടവർ സ്ക്വയറിലേക്ക് നടക്കുമ്പോൾ 1810 നിർമ്മിച്ച അബ്ദുൽ ഹമീദ് ജൂബിലി ക്ലോക്ക് ടവർ, കടൽ ഭിത്തിയുള്ള ജയിൽ, ഗ്രേറ്റ് മോസ്ക് എന്നിവ ഉൾക്കൊള്ളുന്ന സ്ഥലത്തിലൂടെ പോകുമ്പോൾ ഫ്രഞ്ച്, ബൾഗേറിയൻ, അറബിക്, ഈദിഷ് തുടങ്ങി മറ്റ് ഭാഷകളിലും നാട്ടുകാർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. കിയോസ്കുകളിലും ഓപ്പൺ എയർ കഫേകളിലും ബക്ലാവ, സ്ലാബിയ, ഫെലാഫൽ, സംസം, മറ്റ് ഡസൻ കണക്കിന് മധുരപലഹാരങ്ങൾ എന്നിവ എനിക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ ഇസ്രയേലിൽ ജനിച്ചു, പക്ഷേ ജൂതനല്ല. അറബി സംസ്കാരത്തിലാണ് വളർന്നത്, പക്ഷെ അറബി വംശജനല്ല. ഒരു കത്തോലിക്ക സ്കൂളിൽ പഠിക്കുന്നു, പക്ഷേ ഗ്രീക്ക് ഓർത്തഡോക്സ് ആയി വളർന്നു. ലോകത്തിൻ്റെ ആ ഭാഗത്ത് ഭാഷകൾ എളുപ്പമാണ്. എല്ലാവരും 3-4 ഭാഷകൾ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അറബി സംസാരിച്ചിരുന്നു, പക്ഷേ സ്കൂളിൽ കത്തോലിക്ക കന്യാസ്ത്രീമാർ ഫ്രഞ്ച് ഭാഷയിലാണ് പഠിപ്പിച്ചിരുന്നത്. പഴയ നിയമം ഒഴികെ. അത് പുരാതന ഹീബ്രുവിൽ പഠിച്ചിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ജാഫയിലെ 100,000 ആളുകൾ വടക്കുള്ള ടെൽ അവീവിലെ ജൂത ജനസംഖ്യയിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ന് മെട്രോപോളിസിന് ടെൽ അവീവ് ജാഫ എന്നാണ് ഔദ്യോഗിക നാമം. 4 ലക്ഷത്തിലധികം പേർ ഈ പ്രദേശത്ത് താമസിക്കുന്നു. വാസ്തവത്തിൽ 1909 60 കുടുംബങ്ങൾ ജാഫയ്ക്ക് തൊട്ടുവടക്ക് 32 ഏക്കർ തരിശായി കിടക്കുന്ന മണൽക്കൂനകൾ വാങ്ങി ആ സ്ഥലത്തേക്ക് മാർച്ച് ചെയ്തപ്പോൾ ഒരു ജൂത പരീക്ഷണമായി ടെൽ അവീവ് ആരംഭിച്ചു. അവർ താമസിച്ചിരുന്ന ഇടുങ്ങിയ സാഹചര്യങ്ങളും ബഹളമയമായ അറബ് ക്വാർട്ടേഴ്സുകളും അവർക്ക് മടുത്തു. ടെൽ അവീവ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ നഗരമായി മാറുന്നതുവരെ വികാസം തുടർന്നു. എൻ്റെ അച്ഛൻ ജൂതനല്ലായിരുന്നിട്ടും ഇസ്രയേലി നേതാക്കൾ അദ്ദേഹത്തെ വിശ്വസിച്ചു. അവർക്ക് അതിൽ സന്തോഷമുണ്ടായിരുന്നു. ഒരു കത്തോലിക്ക കൊക്കൂൺ. എൻ്റെ വിദ്യാഭ്യാസം തുടർന്നപ്പോൾ ഞാൻ എന്നെ ഒരു കത്തോലിക്ക വിശ്വാസിയായി കണക്കാക്കിയിരുന്നു. ആ പ്രക്രിയ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഞാൻ പഠിച്ചിരുന്ന പ്രീ സ്കൂൾ വാസ്തവത്തിൽ ഒരു കോൺവെന്റ് പോലെയായിരുന്നു. അവിടെ പതിവായി കുർബാന നടത്തി വന്നിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എതിർത്തില്ല. കാരണം ഒരു സ്വകാര്യ കത്തോലിക്ക സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെട്ടിരുന്നു. ഞാൻ കന്യാസ്ത്രീകളോടൊപ്പം പഠിച്ചിരുന്ന ആ ആഴ്ചയിലെ ഞായറാഴ്ചകളിൽ ഞാൻ അമ്മയോടും അച്ഛനോടുമൊപ്പം ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ പോയിരുന്നു. പക്ഷേ അത് ജാഫയിലെ ബഹുഭാഷകളിൽ ഒരു പ്രധാന പ്രശ്നമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. ഒരു പ്രത്യേക സഭയോടുള്ള വിശ്വസ്തത അത്ര പ്രധാനമായി തോന്നിയിരുന്നില്ല. ഞാനൊരു കത്തോലിക്കനാണോ? അതെ, തികച്ചും കത്തോലിക്ക മതമായിരുന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതം. പ്രായോഗികമായി കോൺവെന്റിൽ മാത്രമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ആ കൊക്കൂണിലായിരിക്കുമ്പോൾ ഞാൻ ലൗകികതയിൽ നിന്ന് വളരെ അകന്നു നിന്നിരുന്നു. ലോകത്തിൽ നിന്ന് എനിക്ക് ദൗർഭാഗ്യകരമായ വേർതിരിവുമുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് കഠിനമായ ഒരു വിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഏറ്റവും ചെറിയ അളവിലുള്ള സാമൂഹിക സമ്മർദ്ദമോ അസ്വസ്ഥതയോ എൻ്റെ വിക്കിന് കാരണമായി. അത് മിക്കവാറും അസഹനീയമായിരുന്നു. സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി. ചില കുട്ടികൾ എന്നെ കളിയാക്കി, മറ്റുള്ളവർ അകന്നു നിന്നു. ലോക സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ കുറച്ച് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എൻ്റെ അധ്യാപകർ ഞാൻ അറിയണമെന്ന് ആഗ്രഹിച്ചത് മാത്രം. പക്ഷേ ഞാൻ കത്തോലിക്ക ജീവിതത്തിൽ ഒരു വിദഗ്ധനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം തുടർന്നപ്പോൾ ഞാൻ ഡി ഫ്രെഡിൽ കോളേജിൽ ചേർന്നു. സന്യാസിമാരാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പോലും ഞാൻ അങ്ങേയറ്റം മതവിശ്വാസിയായിരുന്നു. ഇന്നത്തെ ചില ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാവുന്നത് നന്മ നിറഞ്ഞ മറിയമേ, വിശ്വാസ പ്രമാണം, കർത്താവിൻ്റെ പ്രാർത്ഥന, മറ്റ് മുൻകൂട്ടി എഴുതിയ പ്രാർത്ഥനകൾ എന്നിവയായിരുന്നു. വളരെ അപൂർവമായി മാത്രമേ ഞാൻ കർത്താവിനോട് സംസാരിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും പ്രത്യേക അഭ്യർത്ഥനകൾ നടത്തുമ്പോൾ മാത്രം ഞാൻ അത് പരാമർശിച്ചിരുന്നു. അല്ലാത്ത പക്ഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതം പതിവായി ക്രമീകരിച്ചു പോന്നിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടണം എന്നൊരു ചൊല്ലുണ്ട്. അത് എളുപ്പമായിരുന്നു. എല്ലായിടത്തും ഉണ്ടായിരുന്ന വെളുത്ത ജെറുസലേം പാറയിൽ മാത്രമേ മുട്ടുകുത്തുവാൻ പറ്റുമായിരുന്നുള്ളൂ.
പ്രായോഗികമായി മുട്ടുകുത്തുവാൻ മറ്റൊരിടവുമില്ലായിരുന്നു. മിക്ക വീടുകളും അതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളുകളിൽ പരവതാനിയില്ലായിരുന്നു. വെളുത്ത പാറ വിരിച്ച തറ മാത്രമായിരുന്നു. നാം പ്രാർത്ഥനയിൽ കഷ്ടപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നും ദൈവത്തിൻ്റെ പ്രീതി നേടാനുള്ള ഏറ്റവും നല്ല മാർഗം കഷ്ടപ്പാടാണെന്നും ഞാൻ വിശ്വസിച്ചു. പാഠഭാഗങ്ങളിൽ ആത്മീയതയെക്കുറിച്ചില്ലെങ്കിലും ബൈബിളിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന അടിത്തറയെ ഞാൻ ഇപ്പോഴും വിലമതിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്ര കുട്ടികൾ പഴയ നിയമം എബ്രായ ഭാഷയിൽ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫീൽഡ് യാത്രകൾ ദൈവവചനത്തിന് അക്ഷരാർത്ഥത്തിൽ ജീവൻ നൽകി. ആഴ്ചയിൽ 5 ദിവസവും അത് എൻ്റെ സമയവും ശ്രദ്ധയും കൈവശപ്പെടുത്തി. അതെൻ്റെ മാനസികാവസ്ഥയായി മാറി. അതിൽ പ്രായോഗികമായി ഞാൻ ജീവിച്ചു തുടങ്ങി. ഒരിക്കൽ ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അവിടെ അബ്രഹാം വളർത്തിയിരുന്ന നായയുടെ കിണറിനടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ അവനെക്കുറിച്ച് പഠിച്ചു. ആ അനുഭവം എന്നേക്കുമായി എന്നിൽ നിലനിൽക്കുന്നു.